എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം പള്ളിയിൽ മണിപ്പൂർ ക്രൈ ഓഫ് ദ ഓപ്രസ്ഡ് ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിയണമെന്ന് പള്ളി വികാരി നിഥിൻ പനവേൽ പറഞ്ഞു. അജണ്ടയല്ല, വസ്തുതകളാണ് അറിയേണ്ടതെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പ്രതികരിച്ചു. പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് എറണാകുളം സാൻജോപുരം പള്ളിയിൽ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വികാരി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? ഇന്റൻസീവ് കാറ്റഗിസം ബൈബിൾ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ അവധിക്കാലങ്ങളിലും സാധാരണ കത്തോലിക്ക ദേവാലയങ്ങളിൽ കുട്ടികളുടെ ഫെയ്ത്ത് ഫോർമേഷൻ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും ആകർഷകമാക്കുക, ഏറ്റവും രസകരമാക്കുക, നല്ല കണ്ടന്റുകൾ അവരിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ വർഷവും സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ ഇന്റൻസീവ് കാറ്റഗിസം കോഴ്സിന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ക്ലാസ്സിന് പകരം ഒരു ഡോക്യുമെൻ്ററി കാണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അത് മണിപ്പൂരിൻ്റെ ആയിരിക്കും. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു കഥയാണല്ലോ. അതൊരു സത്യമായ കഥയാണ്, ഒരു നേരിൻ്റെ കഥയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത്രേ ഇപ്പോൾ പള്ളികളിലും രൂപതകളിലെല്ലാം തന്നെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് വിമർശനങ്ങൾക്കിട വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മണിപ്പൂർ സ്റ്റോറി. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും? ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച രൂപതകളെ പറ്റി, അവരുടെ ഇൻറ്റൻഷനെ പറ്റിയൊന്നും ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതായിട്ട് എൻ്റെ ഇടവകയിൽ ഞാൻ എന്ത് സ്റ്റോറിയാണ് കാണിക്കേണ്ടത്, അത് കേരള സ്റ്റോറി ആയിരിക്കരുതെന്നുള്ളത് വ്യക്തമായ ബോധ്യമാണ്. അപ്പോൾ പിന്നെ എന്ത് സ്റ്റോറി കാണിക്കണം? തികച്ചും യാഥാർത്ഥ്യബോധമുള്ള നടന്ന ഒരു കഥയെ പറ്റിയുള്ള ഒരു വിവരണം, അല്ലെങ്കിൽ ആൻജോക്കര ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണത്. മണിപ്പൂർ ദ ക്രൈം ഫോർ ദ ഓപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുള്ളതാണ്. അപ്പോൾ ഏതായാലും എൻ്റെ ഇടവകയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറിയല്ല, അത് മണിപ്പൂർ സ്റ്റോറിയാണ് എന്നുള്ളത് എൻ്റെ ഒരു ബോധ്യമാണ്. അത് ശരിയാണെന്നുള്ളതിൻ്റെ ബോധ്യത്തിലാണ് ഞാനത് ചെയ്തത്. അങ്കമാലി അതിരൂപത ഇത്തരത്തിലൊരു നിലപാടിൽ തന്നെയാണ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടിനെ പറ്റിയല്ല പറയുന്നത്. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള വകബോധമുള്ളൊരു സമൂഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടികളടക്കം. ഈ കേരള സ്റ്റോറി ഓൾറെഡി ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലുണ്ട്. തിയേറ്ററിൽ വന്ന സമയത്ത് തിയേറ്ററിൽ വിട്ടുപോയ സിനിമയാണ്. അതിനെപ്പറ്റി വിവാദങ്ങൾ ആരംഭകാലം മുതൽക്കേ ഉണ്ടായിരുന്നു, കാശ്മീർ ഫയൽസ് പോലെ തന്നെ. അപ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് സംശയിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു സിനിമ എന്തുകൊണ്ടും കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് വിവേകം എന്നാണ് എൻ്റെ പക്ഷം. ഈ വലിയ രീതിയിൽ ഇപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്നവരും, അതായത് പള്ളികളിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് പള്ളികൾ മാറരുതെന്നൊരാഗ്രഹമുണ്ട്. അത് ഏത് കാലത്താണെങ്കിലും, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനയോ ഒക്കെ നിർമ്മിച്ചെടുത്ത ഇത്തരം സിനിമകൾ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് നമ്മൾ എന്തൊക്കെ ഇൻറ്റൻഷൻ അതിൻ്റെ പിന്നിൽ പറഞ്ഞാലും ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ആ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗതികേട് നമ്മൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ ഇടുക്കി രൂപതയുടെ ഇൻറ്റൻഷനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. കാരണം അവരുടെ കുട്ടികളെ പറ്റിയുള്ള ജാഗ്രതയും കരുതലും ഒക്കെയാണ് അവരതിനെ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ഇൻറ്റൻഷനാണ്, ഞാൻ അതിനെ മാനിക്കുകയും ചെയ്യുന്നു. ഏതായാലും അതിന് ഉപയുക്തമായ വേറെയും സിനിമകളുണ്ടല്ലോ. ഇതിലും നല്ല രീതിയിൽ ആ വിഷയം കൺവേ ചെയ്യുന്ന മറ്റ് സിനിമകളുള്ളപ്പോൾ ഒരു പ്രൊപ്പഗാൻഡ സിനിമ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് സഭയ്ക്ക് അഭികാമ്യം. സഭകൾ നൽകുന്ന വിശദീകരണം ഇത് ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ എത്രയൊക്കെ ബോധവൽക്കരണം എന്നൊരു മേമ്പൊടി അതൊരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാലും കൊടുക്കുന്ന കണ്ടന്റിൽ അതിൽ കലർപ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റ് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി കലർപ്പില്ലാത്ത കണ്ടന്റ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രണയത്തിൻ്റെ ചതിക്കുഴിയിൽ പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കരുതൽ എന്ന ഒരു ടാഗോടുകൂടിയാണല്ലോ അവരത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു സിനിമ ഞാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് മുസ്തഫയുടെ കപ്പേളയായിരിക്കും. അപ്പോൾ അതുപോലുള്ള സിനിമകൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ ഉടൽ പോലുള്ള സിനിമകളുണ്ട്. അപ്പോൾ മുതിർന്ന കുട്ടികൾക്ക് അത്തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറിച്ച് മറ്റൊരു അഡൽട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് ഉള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളുള്ള, രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കണ്ടന്റിനെ സഭയിലും അതുപോലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത്തരം കണ്ടന്റുകൾ മാറി കുറച്ചുകൂടി മാനുഷികതയുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പക്ഷം. എന്തായാലും സാൻജോപുരത്തിന്റെ നിലപാട് തീർത്തും വ്യത്യസ്തമാണ്. ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.